ഒറ്റപ്പാലത്ത് NDA സ്ഥാനാർത്ഥിയായ മേജർ രവിയാണ് ഇന്ന് ജെൻസി മാനിഫെസ്റ്റോയിൽ വരുന്നത്. ജെൻസി അദ്ദേഹത്തെ വിചാരണ ചെയ്യുന്നു. വെൽക്കം ടു ജെൻസി മാനിഫെസ്റ്റോ. മേജർ രവി, അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരന്റെ ആത്മവിശ്വാസമാണോ അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരന്റെ ആത്മധൈര്യമാണോ സാർ ഇതിൽ കാണിക്കാൻ പോകുന്നത്? ഒരു പട്ടാളക്കാരൻ്റെ ആത്മധൈര്യവും ആത്മവിശ്വാസവും ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ബിക്കോസ് ആത്മധൈര്യം എന്ന് പറയുന്ന നമുക്ക് ആ വിശ്വാസം, നമ്മളിലുള്ള വിശ്വാസം ഉണ്ടല്ലോ, യെസ് മാൻ ഐ ക്യാൻ ഡു ഇറ്റ്. ഇത് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അടുത്തെടുക്കാൻ പറയും, നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങളുടെ കണ്ണിൽ തന്നെ നോക്കി 10 സെക്കൻഡ് നിന്ന് കഴിഞ്ഞാൽ എന്നിട്ട് യു ജസ്റ്റ് സേ യുവർ സെൽഫ് ഐ ആം ദ ബെസ്റ്റ് മാൻ, ദെൻ യു ഗെറ്റ് ഔട്ട്. ഹിസ് കോൺഫിഡൻസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. സോ യു ആർ ടെലിങ് യുവർ മൈൻഡ്. 3 Idiots എന്നുള്ള പടത്തിനകത്ത് അത് കറക്റ്റാണ് ആമിർ ഖാൻ പറഞ്ഞത്. all good tell all good. So we are the powerful person എന്നുള്ളതിന് മുകളിൽ എനിക്ക് എൻ്റെ ആത്മവിശ്വാസമുണ്ട്, ആത്മധൈര്യമുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത് എല്ലാവരും ഇങ്ങനെ ഒരു കോട്ടയിൽ വരുന്ന സമയത്ത് ഹൗ ഡു യു ഫീൽ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യെസ്, ആസ് എ മിലിറ്ററി മാൻ ഐ ലൈക്ക് ടു ഫേസ് സ്ട്രോങ്ങസ്റ്റ് എനിമീസ്. പല ഇന്റർവ്യൂസിലും പറഞ്ഞൊരു കാര്യം, 2021 അതുപോലെ തന്നെ 2024 ഇലക്ഷൻ മത്സരിക്കാനായിട്ട് പലരും വിളിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴാണ് ഞാൻ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് സെറ്റാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പം അതിന് ഇപ്പോഴൊരു ഓക്കെ പറയാനുള്ളൊരു കാരണം, ഒന്നാമത്തെ എനിക്ക് ഇത് ഇഷ്ടമല്ല. നിങ്ങളെ ജനാധിപത്യപരമായിട്ട് ഞാൻ സെലക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പോലും എന്നെ സാറേ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ സെലക്ട് ചെയ്ത കസേലയിൽ എടുത്തിട്ട് 56 വണ്ടി 560 പോലീസുകാരെയും കൊണ്ട് നടക്കുന്നത് ഞങ്ങളുടെ പണം കൊണ്ടാണ്. സോ അഹങ്കാരം കാണിക്കരുത്, അതാരായാലും ശരി. രണ്ടാമത് വേറൊന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഈ സേവനത്തിന് ഇറങ്ങുകയാണെങ്കിൽ ജനസേവനത്തിനാണ്. അപ്പോൾ ജനങ്ങളുടെ ഇന്ന് ഞാൻ ശമ്പളം വാങ്ങിക്കാൻ പാടില്ല. അതുകൂടെ ഞാൻ പറയും, എൻ്റെ ശമ്പളം എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 7 പഞ്ചായത്തിലെയും ആളുകളുടെ ഓരോ റെപ്രസെൻറ്റേറ്റീവിനെ വെച്ച് ഞാനൊരു ട്രസ്റ്റ് തുടങ്ങും. ആ ശമ്പളം ആ ട്രസ്റ്റ് കിടക്കും. വർഷത്തിന് ലാസ്റ്റ് ഈ 7 പഞ്ചായത്തിലും തീരുമാനിക്കാൻ ഏറ്റവും പാവപ്പെട്ട പെൺകുട്ടി ഏതാണെന്നുള്ളത് അവളെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള സെറ്റപ്പ് ഞാൻ ചെയ്യുക. അതെൻ്റെ ശമ്പളത്തിൽ നിന്ന് വായിക്കും. സോ ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. അല്ലെങ്കിൽ തന്നെ പേഴ്സണലോ വണ്ടി ഉണ്ടെങ്കിൽ ദിക്കുണ്ടായിട്ട് പിന്നെ എന്തിനും ശമ്പളം, എനിക്ക് പെൻഷൻ ഉണ്ടോ? സോ അപ്പം അതുകൊണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല. അതായത് സർ പട്ടാളത്തിലുണ്ടായിരുന്നു, സ്വാഭാവികമായിട്ടും പട്ടാളത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു പട്ടാളക്കാരന് സ്വാഭാവികമായിട്ടും കുറേ ശത്രുക്കളെ നേരിടേണ്ടതായിട്ട് വരും. സിനിമയിലുണ്ടായിരുന്നു, സിനിമ ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡ് തന്നെയാണ്. ഇപ്പൊ രാഷ്ട്രീയത്തിൽ അതിനകത്തും കുറെ എനിമീസ് ഉണ്ട്. ശരിക്കും ഇതിൽ ഏത് എനിമീസിനോട് പോരാടാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത്? ബുദ്ധിമുട്ട് രാഷ്ട്രീയത്തിലാണ്. കാരണം ഇവർ മുമ്പിൽ വന്ന് ചിരിക്കും, പുറകുന്ന എപ്പോഴാണ് കുത്തുന്നില്ല. പട്ടാളത്തിലൊക്കെയാണ് മുമ്പിൽ അവൻ ശത്രുവാണെന്നുള്ളത് എനിക്കറിയാം. ഫേസ് ടു ഫേസ് ആണ്, വെടിവെക്കാൻ കൊല്ല എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. പക്ഷെ ഇവിടെ എന്താ അറിയോ, ഈ ചിരിക്കുന്നവരെ പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ അതിലും നല്ല സുഹൃത്തുക്കളുണ്ട് എനിക്ക്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നല്ല ചങ്കുകളുണ്ട് എൻ്റെ അടുത്ത്, കോൺഗ്രസ്സിലുണ്ട് എൻ്റെ അടുത്ത്, BJPയിൽ പിന്നെ നമ്മുടെ പാർട്ടി ആയതാണ്. പക്ഷേ അതല്ല, ഇവിടെ പലതും ചിലപ്പോൾ ഞാൻ what the hell, I don't want all this thing, let me go off. പക്ഷെ പിന്നെ ഇറങ്ങിയത് കൊണ്ട് ഇപ്പം ഒറ്റപ്പാലം എന്നുള്ളത് ലാസ്റ്റ് കിടന്നിരുന്നതാണ്. അതിനെ ഞാൻ സെക്കൻഡിലോ ഫസ്റ്റോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് വരാൻ പോകുന്നത് എനിക്കും എൻ്റെ കൂടെ ഈ വർക്ക് ചെയ്തിരുന്ന ചെറുപ്പക്കാർക്ക് വരും. ഈ രാഷ്ട്രീയക്കാരുടെ ഭാഷ പലപ്പോഴും അതിൽ വിടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചെറ്റ പ്രയോഗം, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ശരിക്കും രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ അത് ഏത് മുന്നണി ആയിക്കോട്ടെ കുറച്ചും കൂടെ അവരൊന്ന് ശ്രദ്ധിക്കേണ്ടതല്ലേ? ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ ഈ അഹങ്കാരം കാണിക്കുന്നു. ഇപ്പം ചർച്ചയ്ക്ക് വരുന്നൊരുത്തൻ അച്ഛൻ അമ്മ എന്ന് പറഞ്ഞാൽ ആ വേറെ ലാംഗ്വേജിലൊക്കെ സംസാരിക്കുന്നത് കേൾക്കുന്ന സമയത്ത് ഇവരൊക്കെ സംസ്കാരം അതാണെന്നുള്ളത് ജനങ്ങളിപ്പോൾ മനസ്സിലാക്കി. അത് ഏത് പാർട്ടിയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവരൊക്കെ ഈ പാർലമെൻറ്റേറിയൻ ആ ഒരു കോളത്തിലാണ് നിൽക്കുന്നത്. സോ ദേ ആർ സപ്പോസ് ടു യൂസ് ദ പാർലമെൻ്ററി ലാംഗ്വേജ്. വാട്ട് ഈസ് പാർലമെൻ്ററി ലാംഗ്വേജ്? ഈവൻ നോൺസെൻസ് എന്നുള്ള വേർഡ് പോലും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞതാണ് സ്പീക്കർ. നിരന്തരമായി പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് കേരളത്തിന് ആവശ്യമുള്ള ഒന്നും കേന്ദ്രം തരുന്നില്ല. അപ്പോ ഈ ഏറ്റവും അവസാനം നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചപ്പോ കടലാമ ഗവേഷണ കേന്ദ്രം, അപ്പൊ കേരളത്തിന് വലിയ ആമ മുട്ട കിട്ടിയെന്നൊക്കെ ഒരു വൻ ട്രോളായിരുന്നു, നമ്മളൊക്കെ അത് കണ്ടതാണ്. അപ്പൊ സാറിന് എന്താ തോന്നുന്നത്, ഈ കേരളം ആവശ്യപ്പെടാത്തത് കൊണ്ടാണോ അത് കേന്ദ്രം കൊടുക്കാത്തതുകൊണ്ടാണോ? കൊടുക്കുന്ന വിഹിതം ഇവരെടുത്ത് പുട്ടടിക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് നിർമ്മലാ സീതാരാമൻ ബജറ്റ് അടക്കം പറഞ്ഞല്ലേ. പിന്നെ കൊടുക്കാത്തത്, നിങ്ങൾക്ക് 400 കോടി രൂപ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓഡിറ്റുണ്ട്. എങ്ങനെ ചിലവാക്കി, എന്ത് ചിലവാക്കി, അത് കഴിഞ്ഞാൽ നമ്മൾ ഏത് കമ്പനിയിലും പിന്നീടുള്ള റിന്യൂവൽ ചെയ്യുള്ളൂ. അത് നിങ്ങൾ കൊടുക്കില്ലെങ്കിൽ കൊടുക്കാൻ നിങ്ങളുടെ അടുത്ത് കണക്കില്ല. അപ്പോൾ നിങ്ങൾ കൊടുക്കില്ല, അപ്പോൾ ഒരു തരില്ല, ഡിലേ ചെയ്യും. സാർ ഇപ്പോൾ ഈ ആമമുട്ട കാര്യം പറഞ്ഞപ്പോൾ പോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം വയനാട് എന്ന് വെച്ചാൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ്. അപ്പോൾ അതിന് പോലും കേന്ദ്രത്തിന്റെ ഒരു സഹായം എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചാൽ സാറിന്റെ മറുപടി എന്താ? ഞങ്ങളിത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതിനെപ്പോലും യൂസ് ചെയ്യാതെ
കേന്ദ്രം കൊടുത്തിട്ടുള്ള ഫണ്ടുകളെ മുഴുവൻ മിസ്യൂസ് ചെയ്തതിന് ശേഷം ഇപ്പോഴാണ് നിങ്ങൾ വീട് കിട്ടിയെന്ന് പറഞ്ഞ് ഇലക്ഷന് മുന്നേ 409 വീടിൻ്റെ താക്കോൽദാനൊക്കെ പടപടാന്ന് ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.